1, 2, 3, 4. ശബ്ദത്തിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്നുകൂടെ ഓർക്കം പാടുമോ? ആ കിക്ക് ഒന്ന് സോഫ്റ്റ് ആയി വെച്ചിട്ട് അല്ലെങ്കിൽ ഹാൻഡ്സ് മാത്രമേ വയ്ക്കൂ. 1, 2, 3. അച്ഛാ കലക്കിയിട്ട് ഒരു പള്ളിയിൽ പാടുന്ന അതേ. നിങ്ങളുടെ സ്തോത്രഗാനങ്ങളൊക്കെ പാടില്ലേ? ഉറക്കാൻ പാടുവോ മക്കളെ? അതേപോലെ പാട്. അവർ പണിയേ കണ്ണാ. നീ എന്തായാലും തിരുവനന്തപുരത്തിന്റെ വടക്കേ ഭാഗത്ത് നിൽക്കാം, ഞാൻ തെക്കേ ഭാഗത്തും. അപ്പൊ നീ വടക്കേ ഭാഗത്തുള്ളവരൊക്കെ നന്നായി പാടിക്കും, ഞാൻ തെക്കേ ഭാഗത്ത്. ആരാ നോക്കാം, ഇവിടെയാണോ ജയിക്കുന്നവർക്ക് നാളെ ഈ അച്ഛന്റെ വക എല്ലാവർക്കും ഒരു കോഴിന്റെ ബിരിയാണി. എല്ലാവരും ഉറക്കെ പാടും. നിങ്ങൾ നോക്കാം ആദ്യം മത്സരം. ഞാനത് പാടിത്തരാം, നിങ്ങൾ പാടില്ലേ? കമാ ദൈവമേ, ഇവര് നന്നായി പാടി. മക്കളെ നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാ. നന്നാവാൻ നോക്കിയ ഒരാളും വിടൂല നന്നാവാൻ. പാടില്ല. നിങ്ങൾ ആരെങ്കിലും നന്നാവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണോ? നല്ല നാട്ടുകാർ അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ. കാരണം ഒരു കാര്യം ഞാൻ പറയാം, കുശുമ്പിന് മരുന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി നോക്ക്. ആരെ ഉറക്കം പറഞ്ഞു ശരിക്കും പറഞ്ഞില്ലേ? നാട്ടിൽ ട്രോളക്കാരനാണ്. ഓക്കെ, സ്വരൂപിച്ച് എല്ലാരും ഭയങ്കര നന്നായി പാടി. വീട്ടിൽ ഒരക്ഷരം ഉണ്ടാകുന്ന കാരണം വില പറയണ്ട കണ്ണ. പാലക്കാടുകാരന്റെ കൂടെയാണോ തിരുവനന്തപുരം ഒരു ഡൗട്ട് ഉണ്ട്. ഒരു ചാൻസ് ഫിനാലെ ചെയ്യാൻ പോവാ. ഇതില് നീ ജയിച്ചോ ഞാൻ ജയിച്ചോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമുക്കൊരു അതെ അവര് തമ്മിലാണ്. നമുക്ക് നുണ പറയാത്ത ഒരു അച്ഛനെ കിട്ടും ഇവിടെ. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അല്ല. സത്യം പറഞ്ഞ അച്ഛന്മാരെ നുണ പറയാറില്ല. പിന്നെ വേണ്ടി വന്നാൽ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, സിബിനച്ഛൻ നുണ പറയില്ല. സിബിനച്ഛൻ അരുവാ. ഇത് അച്ഛനൊന്നുമല്ല, ഇത് വേറെ കളക്ടർ ശ്രദ്ധിക്കുന്ന ഒരാളാണോ? ഇന്ന് അച്ഛൻ ലീവാണോ? PR അച്ഛൻ അച്ഛനെ വിളിക്കാം. അച്ഛൻ ഏതോ ഭയങ്കര നല്ലവനാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റേ സെയിന്റിന്റെ പരിപാടി ഒന്നുമില്ല അല്ലേ? മധ്യസ്ഥനൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റണം. അത് ഇന്ന് നുണ പറഞ്ഞു. ഇന്ന് നുണ പറഞ്ഞോ? ആരോടാ പറഞ്ഞു? ഭാര്യയോടോ? ഇതൊക്കെ പറയും. എന്റെ ദൈവം ഇവിടെ കുടുംബകാരൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരല്ല നുണ പറയാ? നീ നുണ പറയടാ. നുണ പറയും. ജസ്റ്റിൻ കുമാർ അച്ഛൻ താമസം. അച്ഛൻ അങ്ങുവാ. അച്ഛന്റെ മീശ കണ്ടറിയാൻ അച്ഛൻ ഒറ്റ നുണ പറഞ്ഞിട്ടില്ല. അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കയറൊക്കെ ചുറ്റി കയറഴിച്ചു. വാ അച്ഛൻ മുൻകൂട്ട് വരൂ.
ഞാൻ അച്ഛനെ നോട്ടിട്ട് പറഞ്ഞ നുണ പറയാത്ത അച്ഛൻ കറക്റ്റായിട്ട് ആൾക്കാരെല്ലാവരും കൂടി പറഞ്ഞു അച്ഛാ ഇതൊരു തമാശയാണ്, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, ഇത് എല്ലാവരും നുണ പറയാം, അവസരത്തിനൊന്നും നമുക്ക് ജീവിക്കണമല്ലോ, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ. മക്കളെ അച്ഛനാണ് ഇന്നത്തെ റഫറി, കേട്ടില്ല? നമ്മളൊക്കെ ഉറക്കപ്പാടി നമ്മളിന്ന് കപ്പ് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ കണ്ണാ നിങ്ങളെ ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മുടെ സൈഡിൽ റഫറി ചെയ്യാൻ വന്നിരിക്കുക. നമ്മൾ പ്രാവശ്യം ജയിക്കില്ലേ? കമോൺ നാട്ടിക്കരുത്, കമോൺ വേണ്ടി പോകേണ്ടതാണ്. ഒരുമിച്ച് 1 2 3 go. മക്കളെ കരക്കിട ഇനി മേലാൽ നമ്മൾ മത്സരം കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കയ്യോ നീട്ടിയാൽ ആ സൈഡ് ജയിക്കുന്നതാണ്. അച്ഛൻ നോണ പറയാതെ അച്ഛൻ ആ സൈഡിലായിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ അതൊന്നും വിചാരിക്കാതെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് യേശുവിനെ അച്ഛൻ കൈ കാണിക്കൂ. സൂപ്പറാണ്, അവര് സൂപ്പറാണ്, അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഇപ്പൊ ഇവര് സൂപ്പറല്ലേ? സൂപ്പർ, രണ്ട് സൂപ്പർ. അല്ല എന്റെ അഭിപ്രായമല്ലേ, രണ്ടുപേരും ഗംഭീരമായിട്ട് പാടി. ഈ സൈഡിൽ ഗംഭീരമായിട്ട് പാടി. അത് ഒരു തരം ഒന്നാം തരം വഞ്ചനയായി പോയി. സാരമില്ല, നിങ്ങൾക്ക് കപ്പ് വന്നിരിക്കുന്നു. അച്ഛന്റെ ഭാര്യ എവിടെ എനിക്കറിയണം. ആ അപ്പ മനസ്സിലാക്കിക്കോ. കൊച്ചമ്മ അവിടെ ഇരിക്കുക. കൊച്ചോ താങ്ക് യു. നിങ്ങൾ നന്നായി. ഇത്തിരി സൗണ്ട് നമുക്കല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആണോ? ഇവരും പാടി അവരും പാടി, രണ്ടുപേരും നന്നായിട്ട് പാടി. പക്ഷെ കുറച്ച് സൗണ്ട് കൂടുതലാണ്. കുഴപ്പമില്ല, നമുക്ക് ഈ മീശ ഉള്ളതുകൊണ്ട് വെറുതെ വിടാം. കാരണം ഇത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. കുപ്പായൊക്കെ ഇട്ട് അച്ഛനാന്ന് പറയുന്നുണ്ട്. അല്ല, താങ്ക് യു അച്ഛാ. അച്ഛൻ താങ്ക് യു. ജസ്റ്റിൻ കുമാർ അച്ഛൻ എല്ലാവരും ഒന്ന് കൈകൊട്ടിക്കുക. ഈ ധൈര്യം സത്യം പറഞ്ഞ ഞാൻ ശോഭരാജിന് മാത്രം കണ്ടിട്ടുണ്ട്. അപ്പൊ അച്ഛാ നിങ്ങൾ നന്നായി പാടി, പക്ഷെ നമ്മൾ നന്നായി പാടിട്ടോ. ഗംഭീരമായിട്ട് പാടി, രണ്ട് സൈഡ് അടിപൊളിയായിട്ട് പാടി. ചേട്ടാ സൂപ്പറായിട്ട് പാടി. ഓക്കെ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മുടെ എനർജി അത് നല്ല എനർജി, അതുകൊണ്ടാണ്. വാ ചക്ര, വാ നമുക്ക് കോറസ് തുടങ്ങിയാലോ ഒന്നുകൂടി. എല്ലാവരും ഒരുമിച്ച് പാടിക്കോ. വാ.